അസ്സലാമു അലൈക്കും. എല്ലാ മുത്തുമണികൾക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു വീഡിയോ ഇടാണ്. എന്നോട് വിളിച്ച് വീഡിയോ ഇടുത്താ എന്ന് പറഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടില്ല. ഇപ്പം എനിക്ക് ഇടണം തോന്നി, അപ്പോൾ ഞാൻ ഇടുകയാണ്. വേറെ ആരുമല്ല, നമ്മളെ ആദ്യത്തെ മസ്റൂറ ഫാത്തിമ, ഇപ്പോഴത്തെ നജില ഷാൻ, അവരെക്കുറിച്ചാണ്. നജിലാക്ക് ഈ വിവാഹം ഇവരാദ്യം പരിചയപ്പെടുന്ന സമയത്ത് തന്നെ കുറേ ആൾക്കാർക്കറിയാം. ആ കൂട്ടത്തിലൊരാളാണ് ഞാനും എൻ്റെ ഇക്കയും. അപ്പോൾ നമ്മളോട് വിളിച്ച് അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം നമ്മളത് വേണ്ട എന്നേ പറഞ്ഞിട്ട് കൊടുത്തുള്ളൂ. അവളെ അടുത്ത് ഇത് വേണ്ട എന്ന് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. നിൻ്റെ വാപ്പയും ഉമ്മയും നിൻ്റെ സഹോദരങ്ങളും എല്ലാം അറിഞ്ഞുകൊണ്ടുള്ളൊരു വിവാഹം മാത്രമേ നിനക്കിനി നടക്കുള്ളൂ. ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിനക്ക് വരികയാണെങ്കിൽ അവരെ നിനക്കുണ്ടാകുള്ളൂ. കമൻ്റ് ഇടുന്നവരോ ഫോൺ വിളിച്ച് ചോദിക്കുന്ന ഞങ്ങളോ ഉണ്ടാവില്ല. നിൻ്റെ കുടുംബങ്ങളെ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് അവർ പറയണത് നീ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോൾ, കുറേ ദിവസം എന്ന് വെച്ചാൽ ദിവസം വിളിക്കും. ദിവസം ചിലപ്പോൾ രാവിലെയും വൈകിട്ടും ഒക്കെ അങ്ങനെ വിളിക്കും. സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരുന്ന ഞാനും അവളും തമ്മിൽ. മറ്റുള്ളവർ വീഡിയോസ് അവളെ പറ്റി റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോഴെല്ലാം വിളിക്കും, എന്നോട് വിഷമം പറയുകയും ചെയ്തിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, അവർ ചെയ്യട്ടെ, നീ മിണ്ടാതിരിക്കുക, ആരെങ്കിലും കുറഞ്ഞു കൊടുക്കുക. ഒരു ഭാഗത്ത് കുറയുമ്പോഴേ മറ്റൊരു ഭാഗത്തും കുറയുള്ളൂ. നമ്മളും കത്തനെക്കൂടെ കോരി പറഞ്ഞു കൊടുത്താൽ അവരും വീണ്ടും കത്തിക്കും. അപ്പോൾ അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുക, നീ നിൻ്റെ പാട്ടിൽ വീഡിയോ ചെയ്യ്, ഇതേ പറഞ്ഞിട്ടുള്ളൂ. അന്നും അനുസരിച്ചില്ല. വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അനുസരിച്ചില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, വേണ്ട എനിക്കത്. വിവാഹത്തിൻ്റെ മുമ്പ് തന്നെ അവനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറഞ്ഞവൻ അവളെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കല്യാണം കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ, അവൻ്റെ കൂടെ ജീവിക്കുന്നതിന് മുമ്പ് തന്നെ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയുന്ന ആൾ ഈ വിവാഹം കഴിഞ്ഞ് നിനക്ക് വല്ല പ്രശ്നങ്ങളും വന്നാൽ പിന്നെ എന്തുകൊണ്ടായിരിക്കും കത്തിക്കുക? ഇപ്പോഴേ പച്ചക്ക കത്തിക്കുന്നത്, അത് കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടായിരിക്കും കത്തിക്കുക എന്ന് ഞാൻ അവളോട് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ അതിനെല്ലാം അവളടുത്ത് എതിരാണ് പറയുന്നത്, എൻ്റെ ഇക്കയും എതിരാണ് പറയുന്നത്, ഇതിന് ഞങ്ങൾ സപ്പോർട്ട് നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ എന്ത് ചെയ്തു? വിളിക്കൽ നിർത്തി. പതുക്കെ വിളി നിർത്തി. ഞാനും വിളിക്കാൻ പോയില്ല. കാരണം നമ്മൾ പറയുന്നത് നല്ലതിനാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത ഒരാളെടുത്ത് നമ്മൾ പിന്നെ വിളിച്ച് സംസാരിച്ച് നമ്മളെ എനർജി കളഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് നമ്മൾ വിളിച്ചില്ല. പിന്നെ അവൾ എന്നെ വിളിക്കുന്ന വിവാഹമൊക്കെ കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞതിന് ശേഷം വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഞാൻ കമൻ്റ് ഇടില്ല, ലൈവ് ഞാൻ കാണാറുണ്ട്, വീഡിയോസ് ഞാൻ കാണാറുണ്ട്. കാരണം എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയണമല്ലോ. നമ്മൾ എതിർത്ത് പറഞ്ഞതുകൊണ്ട് ഇവൾക്ക് വല്ല നഷ്ടം പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയണ്ടേ. അവൾക്ക് ലാഭം ഉണ്ടാകുകയാണെങ്കിൽ അൽഹംദുലില്ലാ, ഇപ്പോഴാണെങ്കിൽ നമ്മൾ സന്തോഷിക്കുകയുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞിട്ട് അനുസരിക്കാതെ, അവളെ മാതാപിതാക്കൾ പറഞ്ഞനുസരിക്കാതെ ഒരു ഭാഗത്തേക്ക് അവൾ നീങ്ങിയിട്ട് അതിലവൾക്ക് നന്മയാണ് അവൾക്കും അവളെ മക്കൾക്കും ഉണ്ടായിരിക്കുന്നെങ്കിൽ എല്ലാവരും അംഗീകരിക്കും, സന്തോഷിക്കുകയുള്ളൂ. അവളാരും കുറ്റം പറയില്ല. പക്ഷെ അതിന് മുമ്പ് തന്നെ നമുക്കറിയാം ഇതിങ്ങനെ പോവുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആ അവസ്ഥ, അങ്ങനെയാണ് ആ അവസ്ഥ. മറ്റേ എവിടെയാണ് അവൻ ജോലി ചെയ്തിരുന്ന? എറണാകുളത്ത് പോയി. അവിടുന്ന് അവനെ കണ്ട് അവൻ ഇങ്ങോട്ട് വന്ന് അവൻ്റെ വീട്ടിൽ പോയി. ഇപ്പോൾ അവളെ കുറ്റം പറയുന്ന ഉമ്മയൊക്കെ ഉണ്ട്. സെഫീനാൻ്റെ വീഡിയോ ഇപ്പോൾ ഉച്ചയ്ക്ക് കണ്ടു. അപ്പോൾ സെഫീന പറയുന്നുണ്ട് അതിൽ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, ഒരു മാതാപിതാക്കൾ മക്കളെ ശരിക്ക് വളർത്തിയിട്ടില്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്ന മറ്റുള്ള പെൺകുട്ടികളായിരിക്കും എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. സബീന പറയുന്ന എല്ലാം തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതും സത്യം തന്നെയാണ്. അപ്പോൾ ആ വീഡിയോസ് ഞാൻ കണ്ടു. അവൻ്റെ ഉമ്മ വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ വോയിസ് വെളിയിൽ വിട്ടിട്ടുണ്ട്. അതേ അവൻ്റെ ഉമ്മ 16 പ്രാവശ്യം ഒരു ദിവസം നജിലാക്ക് വിളിക്കുന്നതും നജില എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ വിവാഹത്തിൻ്റെ മുമ്പേ, നീ വാ മോളെ. അന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരേ കാര്യമുള്ളൂ, നീ യൂട്യൂബറാണ്, നിനക്ക് പണം കയ്യിൽ മാസം വരുന്നുണ്ട്, നീ അവരെ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നത് മാത്രമാണ് അവരുദ്ദേശം. നിന്നെ നന്നാക്കുക എന്നുള്ളത് അവരുദ്ദേശമല്ല എന്നുള്ളത് അവളെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് എന്ന് 10,000 പ്രാവശ്യം പറഞ്ഞവൾ ലാസ്റ്റ് ഒരു നാൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോവുക ചെയ്ത്, അതും സ്വന്തം കുടുംബത്തിനെല്ലാം ഒഴിവാക്കിയിട്ട്.
അപ്പോൾ അതിന് അവനവനായിട്ട് ഉണ്ടാക്കുന്ന, ഇപ്പം എൻ്റെ വിധിയായിരിക്കാം ഒരു വിധിയല്ല നജില, നീ ഉണ്ടാക്കിയെടുത്ത വിധി. കാരണം ഒരറിവില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷേ നിന്നോട് പറഞ്ഞു തന്നിട്ടും നീ അനുസരിക്കാതെ നീ ചെയ്തു വെച്ച അത് നീ അനുഭവിച്ച് തന്നെ ആവണം. നമുക്കൊരു 5-6 വയസ്സോ 10 വയസ്സോ 15 വയസ്സോ 18 വയസ്സുള്ള മക്കളോട് അറിവില്ലായ്മ കൊണ്ടാണെന്ന് പറയാം. പക്ഷെ നീ 3 വിവാഹം കഴിച്ചു, ഈ 3 കുടിയന്മാരെ കൂടെ ജീവിച്ചുള്ള പരിചയം, 4ാമത്തവും നീ ഒരു കുടിയനെ എടുക്കല്ലേ, നിനക്കത് പ്രശ്നമാകും എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ബാക്കി ഞാൻ പറയുന്നുണ്ട്, ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോസിൽ വരുന്നുണ്ട്. കാരണം നീ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞായ കഥകൾ ഞാനും പറയുന്നുണ്ട്. നമ്മളെല്ലാവരും നിനക്ക് സപ്പോർട്ട് ചെയ്താണ് ഈ വിവാഹത്തിൻ്റെ മുമ്പ് വരെ. പക്ഷേ ഇപ്പോൾ സപ്പോർട്ടാണെന്ന് വെച്ചാൽ അല്ല എന്ന് തന്നെ തീർത്ത് പറയും. കാരണം എന്താ വെച്ചാൽ നീയായിട്ട് നിൻ്റെ ജീവിതം നീയായിട്ട് കുട്ടിച്ചോറാക്കി, നിൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കി, അത്ര മാത്രമേ പറയുള്ളൂ. അല്ലാതെ അറിവില്ലായ്മ കൊണ്ടോ ഇതുകൊണ്ടൊന്നുമല്ല. അടുത്തതിൽ ഞാൻ വരുന്നുണ്ട്, നീ കുറേ പണം ഇറക്കിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഈ പണമൊക്കെ നിൻ്റെ കയ്യിലുണ്ടായിരുന്നേ നിൻ്റെ മക്കളെ നിനക്ക് വെച്ച് അന്തസ്സായിട്ട് ജീവിക്കായിരുന്നു. പക്ഷെ ആ പണം നീ എങ്ങനെയൊക്കെ ചിലവാക്കി എന്നുള്ളതും കൂടി എനിക്കും അറിയാവുന്ന, നീ പറഞ്ഞ വാക്ക് തന്നെ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. തെറ്റിട്ടോ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രോഷമുണ്ട് ഇവളെ പറയുമ്പോഴേ.